ഏയ് ഹലോ, ഇന്നെന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്നറിയാമോ? മത്തേലത്തോരൻ. ഇതാരാ പഠിപ്പിച്ചെന്നറിയാമോ? എൻ്റെ അമ്മായിമ്മ. അമ്മായിമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ തന്നെ. അപ്പോൾ അമ്മ പഠിപ്പിച്ച അട്ടിപ്പൊളി മത്തേലത്തോരൻ കണ്ടാലും. അപ്പോൾ ഇതിന് ആദ്യം ആവശ്യമുള്ള നമ്മുടെ തൊടിയിൽ നിന്ന് മത്തേലയാണ് കേട്ടോ. മത്തേല ഞങ്ങളെ കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ കണ്ണെളിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളെ ഇങ്ങനെ നോക്കാൻ തുടങ്ങിയിട്ട് കുറേ അധികം ദിവസമായി. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ഇന്ന് നമുക്ക് മത്തേലത്തോരൻ വെച്ചിട്ട് നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്തി കാണിക്കാമെന്ന് വിചാരിച്ച്. അനവധി രോഗങ്ങൾക്ക് ഒറ്റമൂലി കൂടിയാണ് ഈ മത്തേലെന്ന് നിങ്ങൾക്കറിയാമോ? മൂത്രാശയ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, ചർമ്മ രോഗങ്ങൾ, ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഒറ്റമൂലി കൂടിയാണ് മത്തയില. പോഷക സമ്പുഷ്ടമായ ഈ മത്തയില തോരൻ നമുക്കൊന്ന് ഞൊടിയിടിയിലുണ്ടാക്കാൻ നോക്കിയാലോ? അപ്പോൾ ആദ്യം വേണ്ടത് മത്തയിലയല്ലേ. അപ്പം ഞാൻ രാവിലെ മുറയൊക്കെ എടുത്ത് ഒരു കത്രിക എടുത്തുകൊണ്ട് പോകുന്നു. എന്തിനാണെന്നറിയോ? നമ്മുടെ മത്തയില കുട്ടന്മാരെ പറിച്ചെടുക്കാൻ തന്നെ. അപ്പോൾ ചെറിയ രീതിയിൽ വേദനിപ്പിക്കാതെ തന്നെ അവന്മാരെ ഇങ്ങ് എടുക്കാമെന്ന് വിചാരിച്ച്. വള്ളി ആവശ്യമൊന്നുമില്ല, ചെറിയ തണ്ട്, മുറ്റാത്ത തണ്ട് മാത്രം നമുക്ക് എടുക്കാം. അതിൽ നിന്ന് നല്ല ഇലകൾ നോക്കി പറിച്ചെടുക്കാം. അതായത് ഒത്തിരി മൂത്ത ഇലയല്ല, ചെറിയ രീതിയിൽ മൂത്ത ഇല മാത്രം എടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിറയ്ക്കകത്തോട്ട് തന്നെ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഉണ്ട് ഞങ്ങൾ അരിയൊക്കെ വെക്കുന്ന വിറകടുപ്പിലാണല്ലോ, അതൊക്കെ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാനിത് ചെറുതായിട്ട് അങ്ങ് കഴുകി വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് വെള്ളം പോകുന്ന ടൈപ്പിലുള്ള ഒരു ചെറിയ അരിപ്പ് പോലത്തെ പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൽ. അപ്പോൾ നന്നായിട്ട് ഇത് വാഷ് ചെയ്യുക, കാരണം ഇതിനകത്ത് കുറച്ച് അധികം പ്രാണികളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അതൊക്കെ കഴുകി അപ്പോഴത്തേക്കും ഞങ്ങളുടെ അരണമീൻ്റെ കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ എടുത്തുമായിട്ട് അവനെയും കൂടെ കാണിക്കണമല്ലോ. അങ്ങനെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന് ആവശ്യമായിട്ട് എടുത്തിരിക്കുന്ന മത്തയില, പിന്നെ ഉള്ളി, തേങ്ങ, പച്ചമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പും. അത് നമ്മൾ വിടുമ്പോൾ കാണിക്കത്തുള്ളൂ. പിന്നെ വെളിച്ചെണ്ണ വേണം, എന്തായാലും വെളിച്ചെണ്ണ വേണമല്ലോ. അപ്പോൾ ഇത് ആദ്യമേ മത്തയില നന്നായിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുക്കാവേ. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. അപ്പം ഞാൻ റെഡിയാക്കി, ബാക്കിയെല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ എന്തായാലും അരിയാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത് കാരണം നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എങ്ങനെ അരിയുന്നത്. അപ്പം ഞാൻ കയ്യിൽ വെള്ളറയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നല്ല മൂർച്ചയുള്ള ഒരു പിച്ചാത്തിയൊക്കെ എടുത്ത് ചെറുതായിട്ട് അങ്ങ് അരിഞ്ഞെടുക്കുക. ഇത് അരിയാൻ നല്ല രസമാണ്. അപ്പോൾ എളുപ്പം പരിപാടി കഴിയുകയും ചെയ്യും. അങ്ങനെ ഞാനിത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇതെല്ലാം അരിഞ്ഞു വെച്ചപ്പോൾ ഏട്ടന് നിങ്ങളെ നല്ലതായിട്ട് കാണിക്കാനും വേണ്ടി കുറച്ച് വീഡിയോസ് എടുത്ത് കേട്ടോ. ഇത് ഞാൻ ഫൈനലി ഇതായിട്ട് നമ്മുടെ മത്തയിൽ അടിപൊളിയായിട്ട് അങ്ങ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഗ്യാസ് കത്തിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഞാനിത് ഇരുമ്പും ചട്ടിയാണ് കേട്ടോ എടുത്തത്. എന്നിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. സൂക്ഷിച്ചും കണ്ട് ഒഴിക്കണം, കാരണം വെളിച്ചെണ്ണയ്ക്കൊക്കെ തീ വിലയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആവശ്യത്തിന് മാത്രം വെളിച്ചെണ്ണ എടുത്താൽ മതി. അപ്പം 3 സ്പൂണാണ് ഞാൻ ഇതിനായിട്ട് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനി ഞാൻ കുറച്ച് ടൈം എടുക്കും, ചൂടായി വരണമല്ലോ. വെളിച്ചെണ്ണ ചൂടായിട്ട് അതിലേക്ക് നമ്മൾ കടുകിട്ടിട്ടുണ്ട്. കടുകിട്ടതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് ഇടാൻ പോകുന്നത് വറ്റൽകൂട്ടന്മാരെയാണ്. വറ്റൽമുളകില്ലേ, അതും പിന്നെ കറിവേപ്പിലയും കൂടാണ് ഞാൻ ഇതിനകത്തോട്ട് ഇട്ടത്. അതൊന്നും കടുക് പൊട്ടി ആ കറിവേപ്പിലയുടെ സ്മെല്ലൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് സവാള എടുത്തിടാം. സവാള ഒന്ന് ചെറുതായിട്ടൊന്നും ഒരു ബ്രൗണിഷ് കളർ അത്രയും വരണ്ട, എന്നാലും ചെറിയ ഒരു രീതിയിൽ ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കണം. അതിന് ശേഷം ഞാൻ അതിനകത്തോട്ട് പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് ഇത്രയും കൂടി ഇട്ടതിന് ശേഷം നമ്മുടെ തവി എടുത്തിട്ട് ഒന്ന് ഇളക്കണം. അപ്പോൾ അതാണ് അടുത്ത പരിപാടിയെ. അപ്പോൾ ഞാൻ നന്നായിട്ട് അത് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച്, ഇതിലാവശ്യത്തിനാണെങ്കിൽ നമ്മൾ ഉപ്പിടുക. അതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കണം. അപ്പോൾ ഇളക്കി എടുത്തിട്ട് കുറച്ച് നേരം അത് ഇരുന്നു. അതിന് ശേഷം നമ്മുടെ മെയിനായിട്ടുള്ള നമ്മുടെ മത്തയില മമ്മരെ എടുത്ത് അങ്ങോട്ട് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ അത് ഇട്ട് നന്നായിട്ട് ഇളക്കണം. അപ്പോൾ ഇതാണെങ്കിൽ കൊള്ളില്ല എന്നൊക്കെ വിചാരിക്കും, പക്ഷേ ചെറിയൊരു ആവിയിലിരിക്കുമ്പോഴത്തേക്ക് ഈ മത്തയില ഇതായിട്ട് യോജിപ്പിക്കുക. അപ്പോൾ കുറച്ചേ ഉണ്ടാവത്തുള്ളേ, നമ്മൾ കുറച്ചേ എടുത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു ചെറിയ അടപ്പ് വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഈ ചെറിയ തീയിലിരുന്ന് വേവും. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിന് ശേഷം ഒരു ചെറിയ അടപ്പെടുത്ത് ഇതിന് മുകളിൽ അടച്ച്, അപ്പോൾ ചെറിയ ആവിയിലിരുന്ന്, അതായത് ചെറിയ രീതിയിൽ നമ്മൾ ഗ്യാസ് വെച്ച് ഇത് നന്നായിട്ട് വേവും. അന്നേരത്തേക്ക് വേവുന്ന സമയം കൊണ്ട് ഏട്ടൻ പോയിട്ട് 2-3 ആമ്പലിൻ്റെയൊക്കെ, നമ്മുടെ വീട്ടിൽ പിടിച്ച ആമ്പൽ പൂവാന്നേ, അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെയും കൂടെ കാണിക്കണമല്ലോ. ഇത് ചെറിയൊരു ഭിത്തിയിൽ നല്ലതായിട്ട് നനവൊക്കെ വരുന്ന സമയത്ത് പിടിക്കുന്നൊരു പൂവാണ്.
അപ്പോഴത്തേക്ക് നമ്മുടെ മത്തേല തേണ്ട കണ്ടോ നിറയുള്ള മത്തേലയായിരുന്നു. പക്ഷെ അത് ആവിയൊക്കെ തട്ടി അത് നന്നായിട്ട് മാറി ചെറുതായി. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് തേങ്ങയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ ഇട്ട് ഒന്ന് നന്നായിട്ട് ഇതിലേക്ക് തേങ്ങ ആവശ്യത്തിന് ഇടണം കേട്ടോ. കാരണം ഇപ്പോൾ തേങ്ങയ്ക്കൊക്കെ നല്ല വിലയല്ലേ. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി. ആവശ്യത്തിന് ഇട്ട് അതൊന്ന് ഇളക്കി അതും ഒന്ന് ചെറിയ തീയിലൊന്ന് ഇരുന്ന് ആ ഒരു പച്ചപ്പൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ അതെടുത്താണ്ട് പ്ലേറ്റിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഫൈനലി നമ്മുടെ മത്തേല തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി ഈ ടൈപ്പിലൊന്ന് ചെയ്ത് നോക്കണേ. ഓക്കെ, ബൈ ബൈ, താങ്ക്